ഹലോ വെൽക്കം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫ്ലട്ടർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? അതിനൊരു എൻവയോൺമെൻറ്റ് വേണം അല്ലേ? ആ ഒരു എൻവയോൺമെൻ്റ് ആണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്ലഗിൻസ് പോയിട്ട് നമ്മളിവിടെ ഫ്ലട്ടർ സെർച്ച് ചെയ്യാം. ഫ്ലട്ടർ കൊടുക്കുക, എന്നിട്ട് ഫ്ലട്ടർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടാണ് അവിടെ ആ ഒരു ഓപ്ഷൻ കാണിക്കാത്തത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഫ്ലട്ടറിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ഏത് വേണം? ഡാർട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഡാർട്ട് എന്താ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റ് എന്ത് കാണിക്കും? റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ് എന്നിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഫ്ലട്ടർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഫ്ലട്ടർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലട്ടർ എസ്.ടി.കെ പാത്ത് കൊടുക്കാൻ കാണിക്കും. നമ്മളിവിടെ പാത്ത് എന്ത് ചെയ്യണം? ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് നമ്മളെ എഡിച്ച് പോയിട്ടോ അല്ലെങ്കിൽ ക്രോം പോയിട്ട് അവിടെ കൊടുക്കുക, ഫ്ലട്ടർ എസ്.ടി.കെ അർച്ചീവ്സ് എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു സൈറ്റ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലട്ടറിന്റെ പല വേർഷൻസും അവിടെ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ കാണിക്കും. ഈ ഒരു ഫ്ലട്ടറിസ്റ്റിക് ആർച്ചീവ്സിന്റെ അകത്ത് എന്തുണ്ട്? താഴോട്ട് നോക്കുമ്പോൾ ഇതൊക്കെ കുറെ വേർഷൻസ് ആണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ 3.16.5 ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഇതല്ലെങ്കിൽ ഏത് ഡൗൺലോഡ് ചെയ്യാം? 3.19. സംതിങ് നമുക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം? വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് 3.24.5 ആണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പാത്താണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ പാത്ത് ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു പേര് കൊടുക്കാം. ഞാൻ കോണ്ടാക്റ്റ് ബുക്ക് എന്ന് പേര് കൊടുത്തു, കോണ്ടാക്റ്റ് ബുക്ക്. ഇനി നമ്മളിവിടെ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ജാവയാണ് ചൂസ് ചെയ്യേണ്ടത്. ദെൻ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ക്രിയേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മളെ ലിബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഫ്ലട്ടർ? ഫ്ലട്ടർ എന്ന് വെച്ചാൽ ഫ്രെയിംവർക്ക് ആണ്. നമുക്ക് ആ ഒരു സ്ട്രക്ചറും ടൂൾസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ഫ്ലട്ടർ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കണ്ടു, ലിബ് ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, അങ്ങനത്തെ പല പാക്കേജസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഒരു ഫ്ലട്ടർ നമ്മൾ ഡാർട്ട് ആണ് ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാർട്ട് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇവിടെ ലിബിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, main.dart. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഫയൽ. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ട് വരും? ഈ ഒരു main.dart ആണ് ഓപ്പൺ ആയിട്ട് വരിക. ആ ഒരു പേജിൽ എന്തൊക്കെയുണ്ട്? നമുക്ക് അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് എന്നുള്ള ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കമാൻഡ് വഴി എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടെ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ലോഗിൻ പേജാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലിബ് എന്ന് വെച്ചാൽ ലൈബ്രറി ആണ്. ആ ലൈബ്രറിയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇവിടെ പബ്സ്പെക് യാമൽ എന്നൊരു സംഭവമുണ്ട്, യാമൽ ഫയൽ. ആ ഒരു ഫയലാണ് എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമ്മളെ പാക്കേജസ് ഒക്കെ കൊടുക്കേണ്ടത്, അതായത് ഡിപ്പെൻഡൻസ് ഒക്കെ കൊടുക്കേണ്ടത് ഈ ഒരു പബ്സ്പെക് യാമലാണ്. ഇവിടെ പാക്കേജസ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ പബ്ഗെറ്റ് ചെയ്ത് മാത്രമേ എന്താവും? ആ ഒരു പാക്കേജ് നമ്മളെ പ്രൊജക്റ്റിലേക്ക് സേവ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിബിൽ വന്നിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഒരു കോണ്ടാക്റ്റ് ബുക്കിന്റെ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ന്യൂവില് ഇവിടെ ഡാർട്ട് ഫയലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ ഞാൻ എന്ത് കൊടുത്തു? ലോഗിൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ .dart എന്ന എക്സ്റ്റൻഷനിൽ ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ആയിട്ട് വരും. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അല്ലേ? അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു വോയിഡ് മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. വോയിഡ് മെയിൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിതിൽ നമ്മളെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൺ ആപ്പ് എന്നിട്ട് കൊടുക്കണം. റൺ ആപ്പിന് ഞാൻ എന്ത് പേര് കൊടുത്തു? മൈ ആപ്പ് എന്ന് പേര് കൊടുത്തു. ലാസ്റ്റ് സെമിക്കോളൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതവിടെ ക്രിയേറ്റ് ആയി. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി രണ്ട് പാക്കേജ് ഇമ്പോർട്ട് ആവും. ഒന്ന് നമ്മുടെ topic.main.dart അതേപോലെ മറ്റേത് cupertino.dart എന്ത് ചെയ്യും? അവിടെ ഓട്ടോമാറ്റിക്കലി വരും.
ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് വിഡ്ജറ്റ് ആണ് ഉള്ളത്. ഒന്നെന്ന് വെച്ചാൽ സ്റ്റൈലസ് ആണ്, രണ്ട് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ്. സ്റ്റൈലസ് വിഡ്ജറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അതായത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും അത് ഉണ്ടാവുക, നമുക്ക് പിന്നെ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റത്തില്ല. ഇനി സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. അപ്പൊ എങ്ങനെയാ സ്റ്റൈലസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ST അടിച്ചാൽ തന്നെ അവിടെ 3 ഓപ്ഷൻസ് വരും. അതിൽ സ്റ്റൈലസ് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു പേര് കൊടുത്തു, കോണ്ടാക്ട്. ഇതിപ്പോ ലോഗിൻ പേജ് അല്ലേ, ഞാൻ ലോഗിൻ പേജ് എന്ന് കൊടുത്തു. ലോഗിൻ പേജ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് കൊടുത്തു. ഇവിടെ എന്ത് കൊടുത്തു, ലോഗിൻ പേജ്, മൈ ലോഗിൻ പേജ് എന്നും കൊടുത്തു. രണ്ടും ഡിഫറെന്റ് ആയിരിക്കണം. രണ്ട് വിഡ്ജറ്റ് തമ്മിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഒന്ന് സ്റ്റൈലസ് വിഡ്ജറ്റും ഒന്ന് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്ഫുളിന്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ക്ലാസ് കൂടി ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് ക്ലാസ്സിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഡിസൈനും കോഡിങ്ങും ഒക്കെ കൊടുക്കുന്നത് ഈ സ്റ്റേറ്റ് ക്ലാസ്സിന്റെ ഉള്ളിലാണ്. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വിഡ്ജറ്റ്സ് ഉണ്ട്. അതാണ് ഈ ഒരു മെറ്റീരിയൽ ആപ്പും സ്കഫോൾഡും. അതെവിടെ കൊടുക്കാന്ന് വെച്ചാൽ നമ്മളെ സ്റ്റൈലസ് വിഡ്ജറ്റ് കണ്ടോ, ഇതിൽ ഈ റിട്ടേണിൻ്റെ അകത്ത് പ്ലേസ് ഹോൾഡർ മാറ്റിയിട്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് മെറ്റീരിയൽ ആപ്പാണ് കൊടുക്കേണ്ടത്, മെറ്റീരിയൽ ആപ്പ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിന്റെ സ്റ്റേറ്റ് ക്ലാസിന്റെ താഴെ ഈ റിട്ടേൺ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഇവിടെ നമ്മൾ സ്കഫോൾഡ് ആണ് കൊടുക്കേണ്ടത്. ഈ രണ്ട് വിഡ്ജറ്റും എന്താ, ഫൗണ്ടേഷണൽ വിഡ്ജറ്റ്സ് ആണ്, ആ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു മെറ്റീരിയൽ ആപ്പ് എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ വിഡ്ജറ്റ് ആണ്. നമുക്ക് അതിൽ ആ ഒരു മെറ്റീരിയൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ സെറ്റപ്പ്, നാവിഗേഷൻ, തീം, ഫോണ്ട് അതൊക്കെ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ സ്കഫോൾഡ് എന്ന് വെച്ചാൽ നമുക്ക് ലേ ഔട്ട് സ്ട്രക്ചർ ഡിസൈൻ വേണ്ടിയിട്ടാണ് സ്കഫോൾഡ് കൊടുക്കുന്നത്. ഈ ആപ്പ് ബാർ, ഡ്രോയർ, ബോട്ടൺ നാവിഗേഷൻ, ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ, ബോഡി, ഇതൊക്കെയാണ് നമ്മൾ സ്കഫോൾഡിൻ്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മെറ്റീരിയൽ ആപ്പിൻ്റെ അകത്തൊരു തീം ഡാറ്റ സെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെറ്റീരിയൽ ആപ്പിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഡെമോ എന്ന് കൊടുത്തു, ഡെമോ. ദെൻ നമുക്ക് അടുത്ത് തീമാണ് കൊടുക്കേണ്ടത്. തീം അടിക്കാം. തീമിൽ ഞാൻ ഇനി ഇത് ഒരു വിഡ്ജറ്റാണ്, തീം ഡാറ്റ എന്താ വിഡ്ജറ്റാണ്. ആ തീം ഡാറ്റയിൽ നമ്മൾ കളർ സ്കീമാണ് കൊടുക്കേണ്ടത്. കളർ സ്കീം കൊടുത്തു. ദെൻ അതിൽ ഞാൻ അടുത്ത വിഡ്ജറ്റ് കൊടുത്തു, കളർ സ്കീം. ഇവിടെ കളർ സ്കീം ഡോട്ട് ഫ്രം സീഡാണ് കൊടുക്കേണ്ടത്. ഫ്രം സീഡ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ സീഡ് കളറിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുക. ഞാനിപ്പോൾ കളേഴ്സ് ഡോട്ട് ഡീപ് പർപ്പിൾ കൊടുത്തു. അപ്പോൾ മെറ്റീരിയൽ ആപ്പ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് സ്കഫോളിൻ്റെ ഉള്ളിലാണ്. ഈ സ്കഫോളിൻ്റെ അടുത്ത് എന്ത് കൊടുക്കണം, എൻ്റർ അടിച്ചിട്ട് ആപ്പ് ബാർ കൊടുക്കുക. ആപ്പ് ബാറിൻ്റെ അകത്ത് ആപ്പ് ബാറിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ, എനിക്ക് എന്താണോ അവിടെ കാണിക്കേണ്ട ടൈറ്റിൽ ഞാൻ കൊടുത്തു. ഇത് കൊടുക്കുന്ന ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വിഡ്ജറ്റിലാണ് കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് ഒരു വിഡ്ജറ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ലോഗിൻ പേജ് ടൈറ്റിൽ കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് കളർ സെറ്റ് ചെയ്യണം. ഞാൻ കളർ കൊടുക്കുന്നത് ഒരു ടീൽ കളറാണ്. അപ്പോൾ എന്ത് കൊടുക്കുക, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ടീൽന്ന് കൊടുക്കുക. എന്താ, കളേഴ്സ് ഡോട്ട് ടീല്. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് റൺ ചെയ്തിട്ട് എന്താണ് നമ്മൾ ചെയ്ത ഡിസൈൻ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നോ ഡിവൈസ്. ഇവിടെ ഞാൻ ക്രോമോ കൊടുക്കുക. ക്രോമോ അല്ലെ എഡ്ജോ ഏത് വേണേൽ ചൂസ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുക, റണ്ണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ റണ്ണ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, നമുക്ക് എന്ത് വന്നില്ല, ഡിസൈൻ വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ആ ഒരു കോഡിൻ്റെ അകത്ത് നമ്മളിവിടെ ഈ ഒരു മെറ്റീരിയൽ ആപ്പിൻ്റെ അകത്ത് എന്ത് കൂടി കൊടുക്കാനുണ്ട്, ഈ ഒരു ക്ലാസ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൻ്റെ കൂടെയും അതിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു തീം ഡാറ്റ ക്ലോസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവില്ലേ, ഇവിടെ വന്നിട്ട്
തീം ഡാറ്റ എവിടെയാണോ ക്ലോസ് ചെയ്യുന്നത് ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കാനുണ്ട്? ഇവിടെ നമ്മൾ ഹോം കോൺസ്റ്റ് നമ്മളെ സ്റ്റേറ്റ്ഫുൾ ബ്രിഡ്ജിന്റെ പേര് എന്താ നോക്ക്, എന്താ മൈ ലോഗിൻ പേജ് ആണ്. അത് അതേപോലെ കോപ്പി ചെയ്തിട്ട് അവിടെ കൊടുക്കാം, മൈ ലോഗിൻ പേജ്. ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഡിസൈൻ എന്ത് വന്നു? ഈ ഒരു ഇതാണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആപ്പ് ബാർ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ആപ്പ് ബാർ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കൊടുത്ത ലോഗിൻ എന്ന് പറഞ്ഞ പേജും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ വോയിഡ് മെയിൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മെറ്റീരിയൽ ആപ്പ് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പം മെറ്റീരിയൽ ഡോട്ട് ഡാർട്ട് വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്തു. ദെൻ നമ്മൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൻ്റെ അകത്ത് എന്ത് കൊടുത്തു? മെറ്റീരിയൽ ആപ്പ് കൊടുത്തു. അതിൽ തീമും അതിൻ്റെ സീഡ് കളർ നമ്മളൊരു ഏതെങ്കിലും കളർ കൊടുക്കാം. ദെൻ നമുക്ക് കോൺസ്റ്റ് വെച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിനെ അതിലേക്ക് കോൾ ചെയ്യാം. അത് കഴിഞ്ഞ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൽ നമ്മൾ എന്ത് കൊടുത്തു? സ്കഫോൾഡ് എന്ന് പറഞ്ഞ വിഡ്ജറ്റിൻ്റെ അകത്ത് ആപ്പ് ബാർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആപ്പ് ബാർ എന്തിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു തീം വരാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോഡി പാർട്ടാണ് വേണ്ടത്. ഈ ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ടെക്സ്റ്റ് കൊടുക്കണം. അതെങ്ങനെയാ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആപ്പ് ബാർ എവിടെ ക്ലോസ് ചെയ്യുന്നത് നോക്കുക. ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. അതിന് താഴെ എന്ത് കൊടുക്കുക? ബോഡി. ഓക്കെ, ഇനി ബോഡിനുള്ളിൽ ജസ്റ്റ് ടെക്സ്റ്റ് ഞാൻ കൊടുത്തു. ടെക്സ്റ്റിൽ ഞാൻ വെൽക്കം എന്ത് കൊടുത്തു? വെൽക്കം ലോഗിൻ പേജ്. നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് കൊടുക്കാം. ദെൻ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ എന്താ ഡിസൈനിൽ മാറ്റം വന്നേ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ, ഇത് വന്നു. ഇനി എനിക്ക് ഈ ടെക്സ്റ്റിനെ സെൻറ്ററിലോട്ട് മാറ്റണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ ടെക്സ്റ്റിനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു യെല്ലോ ബൾബ് കാണിക്കും. ഓക്കെ, നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാപ്പ് വിത്ത് സെൻറ്റർ എന്ന് കാണിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ടെക്സ്റ്റ് സെൻറ്ററിലോട്ട് മാറും. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, നമ്മുടെ സെൻറ്ററിലോട്ട് ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കുക. ഇനി എനിക്കിതിൽ ഡിസൈൻ ചെയ്യണം. അതായത് നമുക്ക് ഇൻപുട്ട് കൊടുക്കണം, യൂസർ നെയിം പാസ്വേഡ് ഇൻപുട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് കോളം കൊടുക്കാം. ടെക്സ്റ്റ് മാറ്റിയിട്ട് കോളം കൊടുത്തു. ഇനി ആ കോളത്തിനുള്ളിൽ എന്ത് കൊടുക്കണം? നമുക്ക് ചിൽഡ്രൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കോളത്തിൻ്റെ ഉള്ളിൽ ചിൽഡ്രൻ. ഈ ചിൽഡ്രണിന് എന്ത് ചെയ്യണം? നമുക്ക് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ വിഡ്ജറ്റ് കൊടുക്കണം. ചിൽഡ്രൻ്റെ ഇവിടെയാണ് നമുക്ക് വിഡ്ജറ്റ് കൊടുക്കേണ്ടത്. വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. വിഡ്ജറ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ താഴെ നമുക്ക് കോളത്തിന്റെ ചിൽഡ്രൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസൈൻ ചെയ്യണം. ഫസ്റ്റ് എന്ത് കൊടുക്കണം? ടെക്സ്റ്റ് ഫോം ഫീൽഡ് ഡെക്കറേഷൻ, ഇൻപുട്ട് ഡെക്കറേഷൻ, ബോർഡർ, ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡർ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? ലേബൽ, ടെക്സ്റ്റ് ഞാൻ എന്ത് കൊടുത്തു? യൂസർ നെയിം കൊടുത്തു. ഓക്കെ, ടെക്സ്റ്റ് ഫോം ഫീൽഡ് കൊടുത്തു. ഡെക്കറേഷൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ഡെക്കറേഷൻ, ബോർഡർ, ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡർ, ടെക്സ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക. ഇതൊക്കെ എന്താ? ഇതൊക്കെ ഒരു വിഡ്ജറ്റ് ആണ്. ടെക്സ്റ്റ് ഫോം ഫീൽഡ്, കോളം, സെന്റർ, ആപ്പ് ബാർ, ടെക്സ്റ്റ് ഒക്കെ എന്താ? വിഡ്ജറ്റ് ആണ്. ഇനി നമുക്ക് എന്താ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് എന്താ ഔട്ട്പുട്ട് വന്നേ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു ആപ്പ് ബാർ ഇതും തമ്മിലുള്ള സ്പേസ് വേണം അല്ലെ? അതിന് നമുക്ക് എന്ത് കൊടുക്കാം? സൈസ്ഡ് ബോക്സ് ആണ് കൊടുക്കേണ്ടത്. ഇതിന്റെ ഇവിടെ ഉള്ളിലായിട്ട് സൈസ്ഡ് ബോക്സ് കൊടുക്കാം. സൈസ്ഡ് ബോക്സിൽ ഹൈറ്റിൽ ഞാനൊരു 300 400 കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് അവിടെ കാണിക്കും. കണ്ടോ, ഇതിപ്പോ ഇത്രയും താഴോട്ട് വന്ന് നമുക്ക് കുറച്ച് കുറക്കാം. നമുക്ക് എന്ത് കുറക്കാം? ഒരു 200 ആക്കാം. അപ്പൊ ഇങ്ങനെ വന്നു, ഏകദേശം സെൻട്രലിൽ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? എനിക്ക് തൊട്ട് താഴെ പാസ്വേഡ് കൊടുക്കണം. അപ്പൊ ഞാൻ തൊട്ട് താഴെ എന്ത് കൊടുത്തു? ഈ ഒരു ടെക്സ്റ്റ് ഫോം ഫീൽഡ് ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്.
അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ ടെക്സ്റ്റ് ഫോം ഫീൽഡ് കൊടുത്തു. ടെക്സ്റ്റ് പാസ്വേഡ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് എന്താ വന്നേ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ, ഇത് രണ്ടും കൂടി തമ്മിൽ അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത് അല്ലേ. അവിടെ സ്പേസ് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെയും സൈസ്ഡ് ബോക്സ് കൊടുക്കും. സൈസ്ഡ് ബോക്സ് കൊടുക്കുക. അതിനുള്ളിൽ ഹൈറ്റ് ഒരു 10 കൊടുക്കാം. നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് വന്നേ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഇനി എനിക്ക് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് ബട്ടൺ ആണ്. ബട്ടൺ കൊടുക്കണം. ബട്ടൺ നമ്മൾ കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്തിട്ട് ഇലവേറ്റഡ് ബട്ടൺ. ഓക്കെ. എന്നിട്ട് ചൈൽഡിന് പകരം ടെക്സ്റ്റ് ലോഗിൻ. ഓക്കെ. നമ്മൾ ഇലവേറ്റർ ബട്ടൺ കൊടുത്തു. അതിൽ ഓൺ പ്രസിന്റെ ഉള്ളിൽ ഈ ഒരു ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ ടെക്സ്റ്റിന്റെ ഉള്ളിൽ ലോഗിൻ കൊടുത്തു. ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് എന്താ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വന്നു? ബട്ടൺ വന്നു. അതിന് എന്ത് കൊടുക്കണം? സൈസ്ഡ് ബോക്സ് വെച്ചിട്ട് അത് സ്പേസ് കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? ഇവിടെയും സൈസ്ഡ് ബോക്സ് കൊടുത്തു. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വന്നു? ഇവിടെ ഈ ഒരു ഗ്യാപ്പ് വന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത്, ഈ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഇത് ടെക്സ്റ്റ് ആവാൻ പാടില്ല. നമുക്ക് ഡോട്ടാണ് വരേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് അത് എങ്ങനെയാ സെറ്റ് ചെയ്യാൻ നോക്കാം. ആ ഒരു പാസ്വേഡ് നമുക്ക് അങ്ങനെ വരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഒബ്സെക്വർ ടെക്സ്റ്റ് ആണ്. അത് എവിടെയാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഫോം ഫീൽഡിന്റെ താഴെയായിട്ട് നമുക്ക് ഒബ്സെക്വർ ടെക്സ്റ്റ് കൊടുക്കാം. അത് ട്രൂ ആയിട്ട് കൊടുക്കാം. ട്രൂ. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് അവിടെ ഡോട്ടായിട്ട് കാണിക്കും. കണ്ടോ, ഇവിടെ ടെക്സ്റ്റ് വന്നു, ഇവിടെ ഡോട്ട് വന്നു. ഇനി നമുക്ക് ഈ ഒരു ബട്ടണിന് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റൈൽ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ബട്ടണിന്റെ ഇവിടെ എന്ത് ചെയ്യണം? സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്ന് വെച്ചാൽ ഈ ഇലവേറ്റർ ബട്ടണിന്റെ ഓൺ പ്രസിന്റെ ഈ കേളി ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചൈൽഡിന്റെ മുന്നേ ആയിട്ടാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റൈൽ അവിടെ വരും, സ്റ്റൈൽ എന്നുള്ള സജഷൻ വരും. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇലവേറ്റഡ് ബട്ടൺ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇലവേറ്റഡ് ബട്ടൺ ഡോട്ട് സ്റ്റൈൽ ഫ്രം ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ടീൽ കളർ തന്നെ കൊടുക്കുകയാണ്. ടീൽ കൊടുത്തു. ദെൻ ടീൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കണം? ഫോറിൻ ഗ്രൗണ്ട് കളർ കൊടുക്കണം. അതെവിടെ കൊടുക്കണമെന്ന് വെച്ചാൽ കോമ ഇട്ടിട്ട് അടുത്ത് കൊടുക്കാം. ഫോറിൻ ഗ്രൗണ്ട് കളർ അത് ഞാൻ വൈറ്റ് കൊടുക്കുകയാണ്. വൈറ്റ്. ഓക്കെ. നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഒന്ന് അറേഞ്ച് ചെയ്യാം. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടുമാണ് അതിൽ സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് വന്നോ ചെക്ക് ചെയ്യാൻ നോക്കാം. കണ്ടോ, നമ്മളെ ബട്ടന്റെ കളർ എന്ത് ചെയ്തു? ഒരു ടീൽ കളർ ആയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ സൈസ് ഒന്ന് കൂട്ടണം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റൈൽ കൊടുക്കാം. അടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം? പാഡിങ്, എഡ്ജ് ഇൻസെറ്റ്സ് കൊടുക്കാം. ഇൻസെറ്റ്സിനകത്ത് എഡ്ജ് ഇൻസെറ്റ് സിമെട്രിക് എന്നുള്ള ഓപ്ഷൻസ് ആണ് കൊടുക്കേണ്ടത്. ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ. ഇനി സിമെട്രിക്കിന്റെ ഉള്ളിൽ ഹൊറിസോണ്ടൽ ഞാനൊരു 30 കൊടുത്തു. ദെൻ വെർട്ടിക്കൽ എനിക്ക് എത്ര സൈസ് വേണമെന്ന് വെച്ചാൽ ഞാൻ 15 കൊടുത്തു. കോമ. ഷേപ്പ് എനിക്ക് എങ്ങനത്തെ ഷേപ്പാണ് വേണ്ടതെന്നുള്ള ഷേപ്പിൽ ഞാൻ റൗണ്ടിലാണ് കൊടുക്കുന്നത്. റൗണ്ട് റെക്റ്റാങ്കിൾ ബോർഡർ എന്നാണ് ഞാൻ അതിന്റെ ഷേപ്പ് കൊടുക്കുന്നത്. അതിൽ എന്ത് കൊടുക്കണം? ബോർഡർ റേഡിയസ് കൊടുക്കുക. അതിൽ ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ 12 കൊടുത്തു. ഇത്ര നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നോ ചെക്ക് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്യാം. നമ്മൾ ക്രോം എടുത്ത് നോക്കുന്ന സമയത്ത് എന്താ അതിന്റെ ആ ഒരു സൈഡത്തെ ഷേപ്പ് ഒന്ന് റെക്റ്റാങ്കിൾ പോലെ ആയിട്ടുണ്ട് അല്ലെ. ഒരു റെക്റ്റാങ്കിളും സർക്കിളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്ത സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. നമുക്കടുത്ത് ഇലവേഷൻ കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് ഇലവേഷൻ കൊടുക്കേണ്ടത്. ഇലവേഷൻ 5. അത് കഴിഞ്ഞിട്ട് കോമ
ടെക്സ്റ്റ് സ്റ്റൈല് അതിൽ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വിഡ്ജറ്റ് കൊടുക്കാം. ഒരു വിഡ്ജറ്റാണ്. ഞാൻ ഫോണ്ട് സൈസ് നമുക്ക് എത്രയാണ് സൈസ് വേണ്ടത്, ഞാൻ 18 കൊടുത്തു. അതേപോലെ ഫോണ്ട് വെയിറ്റ് ഡോട്ട് ബോൾഡ്, എനിക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു സ്റ്റൈലിൽ ഞാൻ എന്ത് ചെയ്തു, ബോൾഡ് കൊടുത്തു. ഓക്കെ, ഇതൊക്കെ റീഫ്രഷ് ചെയ്യാം. കേട്ടോ, അത് ബോൾഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ആ ഒരു ബട്ടന്റെ സൈസ് ഇൻക്രീസ് ചെയ്യണം, അതായത് അതിന്റെ ഹൊറിസോണ്ടലി അതിന്റെ സൈസ് കൂട്ടണം. അത് നമ്മൾ എവിടെ ചേഞ്ച് ചെയ്യണം, ഈ ഒരു സിമെട്രിക്കിന്റെ ഉള്ളിൽ ഹൊറിസോണ്ടൽ സൈസ് എത്ര കൊടുക്കാം, ഞാനൊരു 100 കൊടുത്തു. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബട്ടന്റെ സൈസ് എന്ത് ചെയ്തു കണ്ടോ, ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇന്നും ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് ആ ഒരു സൈസിൽ അവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഡിസൈൻ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ലോഗിൻ പേജിലൊരു സൈനപ്പിന്റെ ലിങ്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് അതിന് യൂസ് ചെയ്യാം ടെക്സ്റ്റ് ബട്ടൺ ആണ്. ടെക്സ്റ്റ് ബട്ടൺ എവിടെയാ കൊടുക്കാന്ന് വെച്ചാൽ നമ്മളിവിടെ ഇലവേറ്റർ ബട്ടന്റെ കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബട്ടൺ അപ്ലൈ ചെയ്യണം. ടെക്സ്റ്റ് ബട്ടൺ സേവ് ടെക്സ്റ്റിന്റെ പേര് ഞാൻ എന്ത് കൊടുത്തു, ക്രിയേറ്റ് യുവർ അക്കൗണ്ട്. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് എന്താ ഡിസൈനിൽ വന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് ഇവിടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് തമ്മിലുള്ള നമുക്ക് ഡിസ്റ്റൻസ് വെക്കണേ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു, സൈസ്ഡ് ബോക്സ് ആണ്. ആ സൈസ്ഡ് ബോക്സ് സെയിം സാധനം ഇതിൽ അപ്ലൈ ചെയ്യാം. റീഫ്രഷ് ചെയ്യാം. കണ്ടോ, ഈ ഡിസ്റ്റൻസ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ലോഗിൻ പേജ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ലോഗിൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന പേജാണ് സൈനപ്പിന്റെ പേജ്, അതായത് രജിസ്ട്രേഷൻ പേജ് ഡിസൈൻ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ലിബില് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോയില് സൈനപ്പ് ഡാർട്ട് എന്ന് കൊടുക്കാം. സൈനപ്പ് ഡോട്ട് ഡാർട്ട് താനെ വരുന്നതാണ്. സൈനപ്പ് എന്നാണ് പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് കൊടുക്കണം, വോയിഡ് മെയിൻ റണ്ണർ ആപ്പിന്റെ പേര് കൊടുക്കാം. ഞാൻ സൈനപ്പ് പേജ് അല്ലേ, സൈനപ്പ് എന്ന് കൊടുത്തു. സൈനപ്പ്. ഇതിന്റെ ഉള്ളില് ഞാൻ വോയിഡ് അല്ല സ്റ്റേറ്റ്ലെസ് ആണ് കൊടുക്കേണ്ടത്. സ്റ്റേറ്റ്ലെസ് വിളിച്ചിട്ട് കൊടുക്കാം. സ്റ്റേറ്റ്ലെസ് വിളിച്ചതിന്റെ ഉള്ളിൽ സൈനപ്പ് ഇവിടെ കൊടുത്ത സെയിം പേര് വേണം നമുക്ക് ഇവിടെ കൊടുക്കാൻ. ഓക്കെ, സെയിം കൊടുക്കാം. ദെൻ സ്റ്റേറ്റ്ഫുൾ, അതിൽ ഞാൻ വേറെ പേര് കൊടുത്തു, സൈനപ്പ് പേജ് എന്ന് കൊടുത്തു. അങ്ങനെ 3 ക്ലാസ് എന്നോട് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് 3 വിഡ്ജറ്റ് വന്നിട്ടുണ്ട്. 2 വിഡ്ജറ്റ്, സ്റ്റൈലസ് വിഡ്ജറ്റും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് കൊടുത്തു, ഇത് സ്റ്റേറ്റ് ക്ലാസ് ആണ്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് കോൺസ്റ്റന്റ് പ്ലേസ് ഹോൾഡർ മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കണം, മെറ്റീരിയൽ ആപ്പ് കൊടുക്കണം. മെറ്റീരിയൽ ആപ്പും കോൺസ്റ്റന്റ് പ്ലേസ് ഹോൾഡർ ഇവിടെ മാറ്റിയിട്ട് സ്കഫോൾഡ് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തീം ഡാറ്റ ആണ് സെറ്റ് ചെയ്യേണ്ടത്. മെറ്റീരിയൽ ആപ്പിൻ്റെ ഉള്ളിൽ തീം ഡാറ്റ സെറ്റ് ചെയ്യണം. തീം ഇത് വിഡ്ജറ്റ് ആണ്. അപ്പൊ നമുക്ക് തീം ഡാറ്റ കൊടുക്കാം. തീം ഡാറ്റ കളർ സ്കീം ഡോട്ട് ഫ്രം സീഡ് ആണ് കൊടുക്കേണ്ടത്. അപ്പം കളർ സ്കീം ഈ ഒരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഡോട്ട് ഫ്രം സീഡ് കളറിൽ എന്ത് കൊടുക്കുക, ഞാനൊരു ഡീപ്പ് ബ്ലൂവോ പർപ്പിളോ ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് സെറ്റ് ചെയ്യണം, ഹോമിനെ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ തീം ഡാറ്റ ക്ലോസ് ചെയ്യുന്ന സ്ഥലം ഇത് എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്, ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. കോമ കൊടുത്തിട്ട് അവിടെ കൊടുക്കേണ്ടത് ഹോമാണ്, ഇവിടെയല്ല, ഇതിന്റെ താഴെ. തീം ഡാറ്റ ക്ലോസ് ചെയ്തിട്ട് ഹോം കോൺസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ്ഫുൾ വിളിച്ചിന്റെ പേര് എന്താ, സൈനപ്പ് പേജ്. അതെവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. സൈനപ്പ് പേജ് കൊടുക്കുക. ദെൻ
ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് അതിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഡിസൈൻ കൊടുക്കണം. അപ്പൊ സ്കഫോൾഡിന്റെ താഴെ നമുക്ക് ഡിസൈൻ ചെയ്യണം. ഫസ്റ്റ് എന്ത് കൊടുക്കണം? ആപ്പ് ബാർ സെറ്റ് ചെയ്യണം. ആപ്പ് ബാറിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ ഞാൻ ടെക്സ്റ്റ് കൊടുത്തു. ടെക്സ്റ്റിൽ ഞാൻ എന്ത് പേര് കൊടുത്തു? സൈൻ അപ്പ് പേജ്. സൈൻ അപ്പ് പേജ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ബോഡിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആപ്പ് ബാർ ക്ലോസ് ചെയ്യുന്നത് എവിടെയാ? ഇവിടെ. ഇവിടെ ഞാൻ ബോഡി കൊടുത്തു. ബോഡീൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കേണ്ടത് കോളം. കോളത്തിൻ്റെ ഉള്ളിൽ ചിൽഡ്രൻ. ചിൽഡ്രനിൽ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് ടെക്സ്റ്റ് ഫോം ഫീൽഡ് ആണ്. ഡെക്കറേഷൻ, ഇൻപുട്ട് ഡെക്കറേഷൻ, ബോർഡർ, ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡർ, ലേബൽ, ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ ഞാൻ എന്ത് കൊടുത്തു? നെയിം. നെയിം കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റ് ഫോം ഫീൽഡിൽ നമ്മൾ ഡെക്കറേഷൻ കൊടുത്തു. ഡെക്കറേഷൻ, ഇൻപുട്ട് ഡെക്കറേഷൻ, ബോർഡർ, ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡർ, ലേബൽ, ലേബലിൽ ടെക്സ്റ്റ്. ഇത്രയാണ് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഫോം ഫീൽഡ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റണ്ണ് കൊടുക്കാം. അപ്പോൾ ഇവിടെ റണ്ണായിട്ട് ബിൽഡായിട്ട് വരുന്നതാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്ത് ഡിസൈൻ വന്നു? ഇങ്ങനെ ഡിസൈൻ വന്നു. പക്ഷെ ആപ്പ് ബാർ ഡിസൈൻ വന്നിട്ടില്ല. ആപ്പ് ബാറിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അപ്പൊ നമുക്ക് ആപ്പ് ബാർ എടുക്കാം. അതിന്റെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ എന്ത് കൊടുത്തു? ഞാൻ ഗ്രീന്. ഗ്രീൻ ഓർ ഗ്രേ ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഗ്രീൻ കൊടുത്തു. റീഫ്രഷ് ചെയ്യാം. കണ്ടോ, ഗ്രീന് വന്നു. ഇനി ഇവിടെ നമുക്ക് സെന്ററിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? കോളത്തിനെ റാപ്പ് വിത്ത് സെന്റർ ചെയ്യാം. റീഫ്രഷ് ചെയ്യാം. അപ്പോൾ സെന്ററിലോട്ട് വരും. ഓക്കെ, സെന്ററിലോട്ട് വരണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? നമുക്ക് മെയിൻ ആക്സിസ് അലൈൻമെന്റ് കൊടുക്കണം. മെയിൻ ആക്സിസ് അലൈൻമെന്റ് ഡോട്ട് സെന്റർ. കണ്ടോ, സെന്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നെയിം കൊടുത്തു. ഇനി അടുത്ത് ജെൻഡർ ആണ് കൊടുക്കുന്നത്. ജെൻഡർ എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് മെയില് ഫീമെയില് രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പൊ നമുക്ക് റേഡിയോ ബട്ടൺ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഒരു റോ ക്രിയേറ്റ് ചെയ്യണം. കാരണം രണ്ടും കൂടി ഒരു സെയിം റോയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. റോന്റെ ഉള്ളിൽ ചിൽഡ്രന്റെ ഉള്ളിൽ എക്സ്പാൻഡഡ് ചൈൽഡിൽ എന്ത് കൊടുക്കുക? റേഡിയോ ലിസ്റ്റ് ടൈലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. അപ്പൊ ഫസ്റ്റത്തിൽ എന്ത് കൊടുക്കാം? ഇവിടെ നമ്മൾ ലിസ്റ്റ് ടൈൽ കഴിഞ്ഞിട്ട് ടാഗില് സ്ട്രിങ് കൊടുക്കാം. സ്ട്രിങ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. സ്ട്രിങ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് വാല്യൂല് നമ്മൾ കൊടുക്കുന്നത് മെയിൽ എന്നാണ്. ഇവിടെ നമ്മൾ ഡബിൾ കോട്ട്സിൽ മെയിൽ എന്ന് കൊടുക്കാം. മെയിൽ. ഇനി ഗ്രൂപ്പ് വാല്യൂല് നമുക്ക് കൊടുക്കാനുണ്ട്. ഓൺ ചേഞ്ചിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കേണ്ടത് വാല്യൂ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റർ അടിക്കുന്നുണ്ട്. അപ്പൊ വാല്യൂൽ എന്ത് കൊടുക്കാം? സെറ്റ് സ്റ്റേറ്റിലേക്ക് എടുത്തു വെക്കണം. വാല്യൂ സെറ്റ് സ്റ്റേറ്റിൽ എടുത്തു വെച്ചാൽ മാത്രമേ നമുക്ക് ജെൻഡർ അവിടെ വ്യൂ ആവും. ജെൻഡർ കൊടുക്കാം ഈക്വൽ ടു വാല്യൂ നോട്ട് നള്ള ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സിമ്പൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെയും ജെൻഡർ കൊടുക്കാം. ഇനി ഈ രണ്ട് ജെൻഡർ ഇവിടെ കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യണം ഫസ്റ്റ്. അപ്പൊ നമുക്ക് ഏറ്റവും മേലെ നമ്മൾ സ്റ്റേറ്റ് ഉണ്ടാക്കില്ലേ, അതിന് താഴെ എന്ത് ചെയ്യാ? സ്ട്രിങ് ജെൻഡർ ഈക്വൽ ടു ഡീഫോൾട്ട് ആയിട്ട് ഞാൻ എന്ത് കൊടുത്തു? മെയിൽ കൊടുക്കാം. ഓക്കെ,
അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു എറർ അവിടെ പോവും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കോമ കൊടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം റോ കൊടുത്തു, ചിൽഡ്രൻ, എക്സ്പാൻഡ്, റേഡിയോ ലിസ്റ്റ് അതില് വാല്യൂല് മെയിൽ കൊടുത്തു. ഇനി ടൈറ്റിൽ കൊടുക്കണം. എന്ത് കൊടുക്കണം? ടൈറ്റിലിൻ്റെ അകത്ത് നമുക്ക് ടൈറ്റിലായിട്ട് ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് ഡബിൾ കോട്ട്സിൽ മെയില്. ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് എന്താ ഔട്ട്പുട്ട് വന്നേ ചെക്ക് ചെയ്യാൻ നോക്കാം. കണ്ടോ, നമുക്ക് ആ ഒരു മെയിൽ ഓപ്ഷൻ വന്നു. ഇനി തൊട്ട് താഴെ ഫീമെയിൽ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് സെയിം സാധനം, അതായത് ഈ ഒരു റോന്റെ ഉള്ളിൽ തന്നെ ചിൽഡ്രൻ്റെ ഉള്ളിൽ പുതിയൊരു ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുക? പുതിയൊരു എക്സ്പാൻഡ് കൊടുക്കാം. ഈ എക്സ്പാൻഡ് ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയാണ്. അപ്പൊ പുതിയ എക്സ്പാൻഡ് ലിസ്റ്റ് അതിനുള്ളിൽ വാല്യൂ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഫീമെയിൽ ആണ്. ഫീമെയിൽ കൊടുക്കുക. ഗ്രൂപ്പ് വാല്യൂവിൽ നമുക്ക് കൊടുക്കുക ജെൻഡർ. അത് കഴിഞ്ഞിട്ട് ഓൺ ചേഞ്ചിൽ നമ്മൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കണം? ജെൻഡർ ഈക്വൽ ടു വാല്യൂ. ഓക്കെ, നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കാം. ഓക്കെ, ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിലിനകത്ത് ടെക്സ്റ്റ് ഫീമെയിൽ. അപ്പൊ നമുക്ക് മെയിലും ഫീമെയിലും രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റോ കഴിഞ്ഞിട്ട് അടുത്ത കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ റോ കഴിഞ്ഞു. റോ കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് കൊടുക്കണം. അടുത്ത ടെക്സ്റ്റ്. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? സെയിം ആണ് എനിക്ക് അടുത്ത ടെക്സ്റ്റിലും വരേണ്ടത്. അപ്പൊ ടെക്സ്റ്റ് ഫോം ഫീൽഡ് കൊടുക്കാം. അതില് നെയിമിന് പകരം ഞാൻ ഇമെയിൽ കൊടുത്തു. ഇമെയിൽ. അടുത്ത ഞാൻ ഫോൺ കൊടുത്തു. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ആ ഒരു ഡിസൈനിൽ ചേഞ്ച് വന്നു. ഇനി അതിന്റെ സൈസ്, അതായത് നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കണം. നമ്മൾ സൈസിന്റെ ബോക്സ് കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് സൈസിന്റെ ബോക്സ് കൊടുക്കാം. സൈസിന്റെ ബോക്സ്, അതിൽ ഞാൻ ഹൈറ്റ് കൊടുത്തു. ഹൈറ്റ് 10. ഇവിടെയും സൈസിന്റെ ബോക്സ് 10. ഉണ്ടോ? ഇമെയിൽ, ഫോൺ വന്നു. ഇനി ഞാൻ കൊടുക്കാൻ വന്ന ഒരു പാസ്വേഡ് ആണ്. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഒരു പാസ്വേഡ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പാസ്വേഡ് അപ്ലൈ ചെയ്യാം. പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് നമുക്ക് ഡോട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒബ്സെക്വർ ടെക്സ്റ്റ് ട്രൂ എന്ന് കൊടുത്തു. ട്രൂ കൊടുത്താൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ അവിടെ വരും. കണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ടെക്സ്റ്റ് തമ്മിൽ കുറച്ച് സ്പേസ് വേണം. നെയിമും ഫീമെയിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ സൈസ് ബോക്സ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ചെയ്തു, ചൂസ് ചെയ്തു, ഇമെയിൽ കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു, പാസ്വേഡ് കൊടുത്തു. ഇനി നമുക്ക് എന്ത് വേണം? ബട്ടൺ വേണം അല്ലെ? സബ്മിറ്റ് ചെയ്യണം, ബട്ടൺ കൊടുക്കണം. അപ്പോൾ ബട്ടൺ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു? ഇലവേറ്റർ ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പുതിയൊരു സൈസ്ഡ് ബോക്സിന്റെ അകത്ത് ഹൈറ്റ് കൊടുത്തിട്ട് ഇലവേറ്റഡ് ബട്ടൺ ഓൺ പ്രസ് റെഡിയാക്കുക. ചൈൽഡിൽ ഞാൻ ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്. ടെക്സ്റ്റിൽ എന്ത് കൊടുക്കാം? ഞാൻ സൈനപ്പ് എന്ന് കൊടുക്കാം. സൈനപ്പ്. റിഫ്രഷ്. കേട്ടോ, സൈനപ്പ് വന്നു. ഇനി സൈനപ്പിൽ എന്ത് ചെയ്യണം? എനിക്ക് ഈ സെയിം കളർ കൊടുക്കണം. നമ്മൾ ആബാറിന് കൊടുത്ത് സെയിം കളർ എനിക്ക് അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇലവേറ്റർ ബട്ടൺ സ്റ്റൈൽ ചെയ്യണം. സ്റ്റൈൽ നമ്മൾ ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് കൊടുക്കാം? സ്റ്റൈൽ. നമ്മൾ ഓൾറെഡി ലോഗിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഒരു സ്റ്റൈലിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റൈലിന്റെ ഡിസൈൻ.
നമുക്ക് ആ സെയിം സാധനമാണ് എവിടെയും കൊടുക്കേണ്ടത്, ഇതിലും അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം, സ്റ്റൈലിനകത്ത് നമ്മൾ ഇലവേറ്റർ ബട്ടൺ, സ്റ്റൈൽ ഫ്രം, ബാക്ക്ഗ്രൗണ്ട് കളർ, ടെക്സ്റ്റ് ഫോർഗ്രൗണ്ട് ഒക്കെ കൊടുക്കാം. അപ്പം സെയിം സാധനം എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, റീഫ്രഷ് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ച് വന്നു ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കതിൻ്റെ മാറിയിട്ടുണ്ട്. ഓക്കെ, സൈനപ്പിൽ മിസ്റ്റേക്ക് ഉണ്ട്, സൈനപ്പിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് സ്പെല്ലിംഗ് കൊടുക്കാം. സൈനപ്പ് റിഫ്രഷ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ നമ്മൾ ചെയ്തു. ഇനി എനിക്ക് ഈ ഒരു ഡിസൈനിനകത്ത് ചെയ്യാനുള്ളത്, നമ്മൾ കൊടുത്ത ഈ ഒരു ഇലവേഷൻ എന്താന്ന് നോക്കണം. ഈ ഇലവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇലവേഷൻ ഞാൻ 15 കൊടുത്തപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ എന്താ ചേഞ്ച് വന്നേ ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ഒരു ഷേഡോ പോലെ വന്നാണ്ടോ താഴെ. അപ്പോൾ ഈ ഒരു ഇലവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഷാഡോനെ റെപ്രസെൻ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എന്താ ഇലവേഷൻ കുറച്ച് കൊടുത്തു, എനിക്ക് കുറച്ച് മതി, ഞാനൊരു 5 കൊടുത്തു. അപ്പോൾ അതിൽ ചേഞ്ച് വന്നു, കണ്ടോ ഷാഡോ കുറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഇലവേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലേ. ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഡാറ്റ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യണം. അതായത് ഞാനിപ്പം ഡാറ്റ ഒക്കെ കൊടുത്ത് ഇവിടെ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ആക്ഷൻ നടക്കുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് ലോഗിൻ പേജിൽ വന്നിട്ട് നമുക്ക് കൺട്രോളർ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെ കൺട്രോളർ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റേറ്റ് ക്ലാസ്സിന് താഴെയായിട്ട് ഞാൻ കൊടുത്തു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ. പേര് ഞാൻ എന്ത് കൊടുത്തു, യൂസർ നെയിം സി എന്ന് കൊടുത്തു, ഈക്വൽ ടു ന്യൂ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ. ഓക്കെ, ഇനി അടുത്ത പാസ്വേഡ് വേണം അല്ലേ. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ പാസ്വേഡ് സി ഈക്വൽ ടു ന്യൂ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ. ഈ യൂസർ നെയിമും പാസ്വേഡ് ഒരു വേരിയബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അത് സേവ് ആവണം അല്ലേ. അതിൽ നമുക്ക് എന്ത് ചെയ്യണം, കൺട്രോളർ ഇവിടെ സെറ്റ് ചെയ്യണം. നമ്മൾ ഈ യൂസർ നെയിം ടെക്സ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ടെക്സ്റ്റ് ഫോം ഫീൽഡിന്റെ ഉള്ളിലായിട്ട് നമുക്ക് കൺട്രോളർ വെച്ച് കൊടുക്കണം. കൺട്രോളർ ഇവിടെ ഞാൻ കൊടുത്ത കൺട്രോളർ പേര് കൊടുക്കുക, യൂസർ നെയിം സി. അതേപോലെ പാസ്വേഡിന് കൺട്രോളർ പാസ്വേഡ് സി. ഓക്കെ, അത്രയും കൊടുക്കണം. ഇതേപോലെ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യുമ്പോൾ കൊടുക്കണം. ലോഗിൻ പേജിൽ വന്ന് സൈനപ്പ് പേജിൻ്റെ അകത്ത് നമുക്ക് സെയിം സാധനം കൊടുക്കാം. ഓൾറെഡി നമ്മൾ ജെൻഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ജെൻഡറിന് അതിൻ്റെ ആവശ്യമില്ല, ഇൻപുട്ട് കൊടുക്കുന്നതിന് മാത്രമേ ആവശ്യമുള്ളൂ. ഐ മീൻ ടെക്സ്റ്റ് ഫീൽഡ് മാത്രമേ ആവശ്യമുള്ളൂ. ന്യൂ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടെക്സ്റ്റ് ഫോം ഫീൽഡിൻ്റെ ഉള്ളിൽ കൺട്രോളർ ഡിക്ലെയർ ചെയ്യണം. കൺട്രോളർ നെയിം സി, നെയിം സി, നമ്മൾ അവിടെ കൊടുത്ത നെയിം സി കൊടുക്കാം. ദെൻ ഇമെയിലിന് കൺട്രോളർ ഇമെയിൽ സി, ഫോണിന് കൺട്രോളർ ഫോൺ സി കൊടുക്കുക. ഇനി പാസ്വേഡിന് കൺട്രോളർ പാസ്വേഡ് സി. അപ്പം ഇത്രയാണ് ഡിക്ലറേഷനും നമുക്ക് ആ ഒരു ഡിസൈനിങ്ങിന്റെ ഫേസും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻസ് നടക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇലവേറ്റഡ് ബട്ടൺ ഉണ്ടോ, ഈ ഇലവേറ്റഡ് ബട്ടണിന് താഴെ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സ്ട്രിങ് ഡിക്ലെയർ ചെയ്യണം. സ്ട്രിങ്ങിൻ്റെ അകത്ത് ഞാൻ എന്ത് കൊടുത്തു, യൂസർ നെയിം ഈക്വൽ ടു നമ്മൾ മേലെ കൊടുത്ത കൺട്രോളർ പേര് നോക്കുക, എന്തായിരുന്നു, യൂസർ നെയിം സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡോട്ട് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി സ്ട്രിങ്ങിലേക്ക് പാസ്വേഡ് കൊടുത്തു.
ഈക്വൽ ടു പാസ്വേഡ് സി ആണ് ഡോട്ട് ടെക്സ്റ്റ്. അതായത് ഈ പാസ്വേഡ് ഏതാ, നമ്മൾ മേലെ കൊടുക്കുന്ന ഈ കൺട്രോളറുടെ പേരാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് യൂസർ നെയിം പ്രിന്റ് പാസ്വേഡ്. ഓക്കെ, നമ്മൾ റൺ ചെയ്ത് നോക്കാം. ഈ ഒരു ലോഗിൻ പേജ് റൺ ചെയ്യുമ്പോൾ എന്താ വരുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ യൂസർ നെയിം കൊടുത്തു. ഞാനിവിടെ യൂസർ നെയിം ആയിട്ട് യൂസർ നെയിം തന്നെ കൊടുത്തു. യൂസർ നെയിം പാസ്വേഡ് ഞാൻ സെയിം പാസ്വേഡ് കൊടുത്തു. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫ്ലട്ടറിൽ ഇവിടെ കണ്ടോ യൂസർ നെയിം പാസ്വേഡ് എനിക്ക് എന്ത് വന്നു, ഇവിടെ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ആയി. ഇനി ഈ ഡാറ്റയാണ് നമ്മൾ ഡാറ്റാബേസിലേക്ക് സേവ് ആക്കാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസ് കണക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് വരുന്നതാണ് ഈ ഒരു കാര്യം. ഇനി ഇതന്നെ നമുക്ക് എന്തിൽ അപ്ലൈ ചെയ്യാം, ഈ ഒരു സൈനപ്പ് പേജിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ലോഗിൻ്റെ പേജിൽ എന്തുണ്ട്, നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഈ ക്രിയേറ്റ് യൂസർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ട് പോകണം, നമ്മുടെ സൈനപ്പിൻ്റെ പേജിലോട്ട് പോകണം, നാവിഗേഷൻ ചെയ്യണം അല്ലേ. അതിനാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, നാവിഗേറ്റർ ഡോട്ട് പുഷ് എന്നായിട്ടുള്ള യൂസ് ചെയ്യുന്നത്. അതെവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സൈനപ്പിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നിടത്താണ്. സൈനപ്പ് പേജിൻ്റെ അകത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഇവിടെയാണ് എന്ത് കൊടുക്കുന്നത്, സൈനപ്പ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ സൈനപ്പിൻ്റെ ഈ കേളി ബ്രാക്കറ്റിനുള്ളിലാണ് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ഒക്കെ കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ എന്ത് കൊടുത്തു, ആ ഒരു നാവിഗേറ്റർ കൊടുത്തു. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് നാവിഗേറ്റർ ഡോട്ട് പുഷിനുള്ളിൽ ഞാൻ എന്തെടുത്തു, കോണ്ടെക്സ്റ്റ് കൊടുത്തു, റൂട്ട്. ഇവിടെയാണ് നമുക്ക് ഏത് റൂട്ടിലോട്ടാണ് പോകേണ്ടതെന്ന് പറയുന്നത്. ഞാനിവിടെ മെറ്റീരിയൽ റൂട്ട് കൊടുത്തു, മെറ്റീരിയൽ പേജ് റൂട്ട്. എൻ്റെ പേജ് റൂട്ടിലോട്ട് പോകേണ്ടത് എനിക്ക് ബിൽഡർ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് കോണ്ടെക്സ്റ്റ് കഴിഞ്ഞ് നമുക്ക് നാവിഗേറ്റ് ചെയ്യണം. എനിക്ക് എങ്ങോട്ടാണ് നാവിഗേറ്റ് ചെയ്യേണ്ടത്, എൻ്റെ സൈനപ്പ് പേജിലോട്ടാണ്. സോറി, സ്ഥലം മാറിപ്പോയി. നമുക്കിത് കൊടുക്കേണ്ടത് എവിടെയാണ്, ഇത് ലോഗിൻ പേജിലാണ് കൊടുക്കേണ്ടത്. ലോഗിൻ പേജിൽ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ലോഗിൻ പേജിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ക്രിയേറ്റ് യുവർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ സൈനപ്പ് പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബട്ടൻ്റെ കേളി ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ആ ഒരു നാവിഗേറ്റർ ഡോട്ട് പുഷ് കോണ്ടെക്സ്റ്റ് മെറ്റീരിയൽ പേജ് റൂട്ട്. ഇനി ഇവിടെ കൊടുക്കേണ്ടത് ആ ഒരു സൈനപ്പ് പേജിൻ്റെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൻ്റെ പേരാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും ഉണ്ട്. നമുക്ക് ഇവിടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. ക്ലാസ് നെയിം എന്താ, സൈനപ്പ് പേജ്, ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ലാസ്റ്റ് ഒരു സെമി കോളൻ. ദെൻ ഈ ഒരു സൈനപ്പ് പേജിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സൈനപ്പിൻ്റെ ഡാർട്ട് പേജിൻ്റെ പേര് വെച്ചിട്ടാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റീഫ്രഷ് ചെയ്തിട്ട് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈനപ്പ് പേജിലോട്ട് റീഡയറക്റ്റ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ നോക്കാം. ഒന്ന് റീഫ്രഷ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ക്രിയേറ്റ് യുവർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ എനിക്ക് സൈനപ്പ് പേജിലോട്ട് റീഡയറക്റ്റ് ആയി. അതായത് ലോഗിൻ പേജാണ് ഫസ്റ്റ് വന്നത്. ആ ലോഗിൻ പേജിൽ നിന്ന് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സൈനപ്പ് പേജ് ലോഡായിട്ട് വന്നു. അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു നാവിഗേറ്റർ ഡോട്ട് പുഷ് എന്നിട്ടുള്ള യൂസ് ചെയ്യുന്നത്.